ഒരു കൊറിയൻ കമ്പനിയായ കിയ ഇന്ത്യൻ വിപണിയിൽ ഇറക്കിയ 4 മോഡലുകളിൽ ഒന്നായിരുന്നു സോണറ്റ്. കോമ്പാക്ട് XUV ശ്രേണികളിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള വാഹനങ്ങളിൽ ഒന്നാണ് ദേ കിടക്കുന്ന കിയ. 2019 അവർ കിയയുടെ സെൽറ്റോസ് ഇറക്കിയപ്പോൾ തന്നെ നമ്മുടെയൊക്കെ ഹൃദയങ്ങളെ ഹഠാത് ആകർഷിച്ച ഒരു വണ്ടി കൂടിയാണിത്. ഇപ്പോൾ 2024 കിയയുടെ സോണറ്റിന് ഫേസ് ലിഫ്റ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട GTX Plus ആണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിൻ്റെ വിശേഷങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ കിയ സോണറ്റിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹെഡ്ലൈറ്റ് ഉണ്ട്, വിത്ത് LED ലാമ്പാണ്. ഫോഗ് ലൈറ്റ് ഉണ്ട്, അതിനൊരു ബമ്പർ പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ പറയാമല്ലോ, നമുക്ക് കിയയുടെ മുഖമുദ്ര എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്രില്ലാണ്. ഇത് ടൈഗർ നോസ് ഗ്രില്ലാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. അതിനകത്ത് തന്നെ നമുക്കൊരു ക്യാം കാണാം. ഇത് ഫ്രണ്ട് ക്യാം 360 ഡിഗ്രി ക്യാമിൽ ഒരു ക്യാം, ഫ്രണ്ട് ക്യാം നമ്മുടെ ഗ്രില്ലിനുള്ളിലാണ്. തൊട്ട് മുകളിൽ കിയയുടെ ലോഗോ നല്ല കിടിലമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ആരായാലും ഒന്ന് നോക്കിപ്പോകുന്ന രൂപകൽപ്പനയാണ് ഫ്രണ്ട് പ്രൊഫൈൽ കിയ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരാം. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ല ബ്ലാക്ക് കളറിൽ റിയർ വ്യൂ മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് റെഡ് ആൻഡ് ബ്ലാക്ക് ആൻഡ് റെഡിൻ്റെ ഒരു കോമ്പിനേഷൻ ഇത് നല്ലൊരു ലുക്ക് നൽകുന്നുണ്ട് കിയയ്ക്ക് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇവിടെ ക്രോമിയത്തിൻ്റെ ഒരു പ്ലേറ്റിംഗ് നമുക്ക് കാണാം, ഫിനിഷിങ് നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് വീലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 16 ഇഞ്ച് അലോയ് വീലാണ്, അതും അതിഗംഭീരമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിയയുടെ ഒരു ലോഗോ ആ വീലിൻ്റെ സെൻട്രലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് സൈഡ് വ്യൂ പ്രൊഫൈലിൽ നമുക്ക് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം. അതുപോലെ തന്നെ ഈ മിററിൻ്റെ ഈ സൈഡിലുള്ള ഈ ഒരു ഫിനിഷിങ് അങ്ങനെ അധികം വണ്ടികളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഒരു ലൈനൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് നോക്കുമ്പോൾ കുറച്ച് ബൾക്കി ആയിട്ട് ഫീൽ ചെയ്യത്തക്ക രീതിയിൽ കുറച്ച് പ്രൗഡിയോട് കൂടെ തന്നെ കിയയുടെ സോണറ്റിൻ്റെ ഫേസ് ലിഫ്റ്റ് GTX ഫുൾ ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ബാക്ക് സൈഡിലേക്ക് വരാം. ബാക്കിലേക്ക് വരുമ്പം കിയയുടെ ലോഗോ ഉണ്ട്. അതുപോലെ തന്നെ ഇത്തവണ ടെയിൽ ലാമ്പ് 2 ടെയിൽ ലാമ്പിൽ നിന്നും ഒരു ബ്രേക്ക് ലൈറ്റാണ്. ഈ ടെയിൽ ലാമ്പിൽ നിന്നും ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടുണ്ട്, കുറച്ച് ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ബ്രേക്ക് ലൈറ്റ് ഉണ്ട്, അത് കാണാം. ഇവിടുന്ന് താഴേക്ക് വരുമ്പം സോണറ്റ് എന്ന് പറഞ്ഞിട്ട് മോഡലിനെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി ഇത് GT ലൈനാണ് എന്ന് വളരെ കൃത്യമായിട്ട് അറിയത്തക്ക രീതിയിൽ ഇവിടെ ഒരു ബാഡ്ജ് കൂടിയുണ്ട്. GT ലൈനിൽ പതിപ്പിച്ച ഒരു ബാഡ്ജ് ഉണ്ട്. ഇനി നമുക്ക് കിയയുടെ ബാക്ക് പ്രൊഫൈലിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറഞ്ഞുതരാം. ആദ്യം നമുക്കൊന്ന് കാണാം. ഇപ്പോൾ കിയയുടെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് 385 ലിറ്ററാണ്. ഈ വണ്ടിയുടെ രാജകീയ പ്രൗഢി പോലെ തന്നെ ബൂട്ട് സ്പേസും അവർ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട് തന്നെ. ഇനി നമ്മുടെ കിയ സോണറ്റിൻ്റെ മൊത്തത്തിലുള്ള സൈസ് വരുന്നത്, ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 3995 mm ആണ്. അതുപോലെ തന്നെ വിഡ്ത്ത് വരുന്നത് 1790,
ഹൈറ്റ് വരുന്നത് 1642 അത്യാവശ്യം നല്ല സൈസിൽ തന്നെയാണ് കിയ സോണറ്റിനെ വിപണിയിൽ ഇറക്കിയിരിക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇൻസൈഡിൽ നമുക്ക് ഇൻറ്റീരിയറിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് സ്റ്റിയറിംഗ് വീൽ എന്ന് പറഞ്ഞാൽ 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. അതുപോലെ തന്നെ ഇത് അലൂമിനിയം കോട്ടിങ്ങിൽ വളരെ നന്നായിട്ട് ഇതിൻ്റെ താഴെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് GT ലൈനാണെന്ന് വ്യക്തമാകത്തക്ക രീതിയിൽ അവരുടെ ബാഡ്ജ് ഉണ്ട്, ലോഗോ ഉണ്ട്. ഇതിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്ന് പറയുന്നത് ഡിജിറ്റലൈസ് ചെയ്തിരിക്കുകയാണ് അവർ. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഡ്രൈവറെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഇത് 360 ഡിഗ്രിയിൽ ക്യാമറ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇൻഡിക്കേറ്റർ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡോറിൻ്റെ സൈഡ് നമുക്ക് ഇവിടെ കാണാം. അതുകൊണ്ട് തന്നെ മിററിൽ നോക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം ഡിജിറ്റലൈസ് ആയിട്ട് നമുക്ക് ഇതിൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ചെയ്തിട്ടുണ്ട്. നല്ല സുഖമാണ് ഓടിക്കാൻ. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ കയറിയിരുന്ന് വണ്ടി പോകുന്നത് അറിയില്ല. ആരും ഒരു തവണ ഓടിച്ചാൽ ഇത് വാങ്ങാൻ കൊതിച്ചു പോകുന്ന ടൈപ്പ് ഒരു വണ്ടി കൂടിയാണ് കിയ ഇറക്കിയിരിക്കുന്ന സോണറ്റിൻ്റെ GTX പ്ലസ് വേർഷൻ. ഇനി എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മോണിറ്ററാണ്. മോണിറ്റർ 10.25 ഇഞ്ചസാണ്. അതിൽ തന്നെ മാപ്പ് എല്ലാ സംഭവങ്ങളും ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണാം AC ഉണ്ട്. അതുപോലെ തന്നെ പിന്നീട് വരുമെന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കിലെ മിറർ കാണത്തക്ക ഒരു സ്വിച്ചാണ് ഇവിടെയുള്ളത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് വെന്റിലേറ്റർ സീറ്റ് ആണ്. ഈ സ്വിച്ചസ് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. നോർമലി നമ്മളൊരു വണ്ടി വെയിലിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് ചൂടായി കഴിഞ്ഞാൽ ഓടി വന്ന് അകത്തിരിക്കുമ്പോൾ ചുട്ടുപൊള്ളുന്നൊരവസ്ഥയാണ്. ഇതിലാണെങ്കിൽ നമ്മൾ കയറി ഇരുന്നിട്ട് ഈ വെന്റിലേറ്റർ സീറ്റിൻ്റെ ഈ 2 സ്വിച്ചസ് അമർത്തി കഴിഞ്ഞാൽ നമ്മളെ ഇങ്ങനെ പൊതിയുന്ന ഒരു എന്താ പറയുക ഒരു എയർ ഇങ്ങനെ വന്നിട്ട് നമ്മൾ നല്ല സ്മൂത്തായിട്ട് ഇരിക്കാനും അതല്ലെങ്കിൽ തന്നെ ആ ചൂടൊന്നും അറിയിക്കാത്ത രീതിയിൽ നമ്മളെ പെട്ടെന്ന് കൂളാക്കും. അതും കിയയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ഗിയറാണ് ഞാനിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ സ്മൂത്താണ്. അതുകൊണ്ട് തന്നെ അറിയാം നമുക്ക് ക്ലച്ചിൻ്റെ ആവശ്യമില്ല. പിന്നീട് നമുക്ക് ഗിയർ അതുപോലെ തന്നെ അപ്പ് ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ ഡൗൺ ചെയ്യണമെങ്കിലും മാനുവലി നമുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി സ്റ്റിയറിങ്ങിൻ്റെ ബാക്കിലായിട്ട് അവർ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാനുവലി നമുക്ക് യൂസ് ചെയ്യണം കുറച്ചുകൂടെ സ്പീഡിൽ അല്ലെങ്കിൽ പെട്ടെന്ന് അപ്പാക്കിയിട്ട് നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വേണ്ടവർക്ക് യൂസ് ചെയ്യാം. എനിക്കത് യൂസ് ചെയ്യേണ്ട ആവശ്യം ഇതുവരെ വന്നില്ല. നല്ല പുള്ളിങ് ഉണ്ട് വണ്ടി. ഡിഗ്രി ക്യാമറ ഉള്ളത് കൊണ്ട് തന്നെ കിയ കണക്ട് ആപ്പ് വഴി എവിടെ നിന്നുകൊണ്ട് നമുക്ക് കാർ ആക്സസ് ചെയ്യാം. വാഹനം മോഷണം പോയാലോ ആരെങ്കിലും മനഃപൂർവ്വം കാറിൽ ഇടിക്കുകയോ പോറലേൽപ്പിക്കുകയോ ചെയ്താൽ ആപ്പ് വഴി നമുക്കത് അലർട്ട് വരും. കൂടാതെ 70ഓളം കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ആപ്പിൽ അവൈലബിൾ ആണ്. വോയിസ് കമാൻഡിനായി ആമസോൺ അലക്സ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സെഗ്മെന്റിലെ കോമ്പറ്റീറ്റേഴ്സിനെ അപേക്ഷിച്ച് കിയ സോണറ്റിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിലെ അഡാസ് ലെവൽ 1 സേഫ്റ്റി ഫീച്ചറാണ്. ഫോർവേഡ് കൊളീഷൻ വാണിംഗ്, അതായത് മുൻഭാഗത്ത് എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ ഇടിക്കാതിരിക്കാനുള്ള വാണിംഗ്. പിന്നെ എമർജൻസി ബ്രേക്കിംഗ്, കാറിന് മുന്നിൽ ഏതെങ്കിലും വാഹനമോ ആളോ വന്ന് ബ്രേക്ക് ചെയ്യാൻ മറക്കുകയാണെങ്കിൽ അതിന് ഒരു അലർട്ട് തരും. ലൈൻ കീപ്പ് അസിസ്റ്റും ലൈൻ ഫോളോ അസിസ്റ്റും റോഡിലെ ലൈൻ വിട്ടുപോകാതിരിക്കാനും വിട്ടുപോയാൽ അതിനുള്ള മുന്നറിയിപ്പും കാർ നമുക്ക് തരും. ഡ്രൈവർ അറ്റൻഷൻ വാണിംഗ് അല്ലെങ്കിൽ ഒരു ടീ ബ്രേക്ക് അറ്റൻഷനാണ് മറ്റൊന്ന്. കുറേ നേരം ഒരേ പൊസിഷനിൽ ഇരുന്നാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ പൊസിഷൻ ഒന്ന് മാറാൻ വേണ്ടി കാർ വാർണിംഗ് തരും. കൂടാതെ ഹൈ ബീം അസിസ്റ്റുമുണ്ട്. പിന്നെ ലീഡിംഗ് വെഹിക്കിൾ ഡിപ്പാർച്ചർ അലർട്ട് ഉണ്ട്. അതുപോലെ ടയർ പ്രഷർ വാണിംഗ്. ഓരോ ടയറിന്റെയും എയർ പ്രഷർ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാം. ഇതിനെല്ലാം ഒപ്പം തന്നെ 6 എയർ ബാഗ്സ്, ABS, EBD, ഫ്രണ്ട് ആൻഡ് ബാക്ക് സെൻസേഴ്സ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, അങ്ങനെ എല്ലാ തരത്തിലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും സോണറ്റിലുണ്ട്. ഇനി നമ്മൾ എഞ്ചിനിലേക്ക് വരികയാണെങ്കിൽ 1 ലിറ്റർ ടെർബോ പെട്രോൾ വിത്ത് 7 ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ മോഡലാണ് ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പവർ വരുന്നത് 6000 RPM-ന് 120 bhp ആണ്. അതുപോലെ ഇതിൻ്റെ ടോർക്ക് 172 ന്യൂട്ടൺ മീറ്ററും ഫ്യൂവൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത് 45 ലിറ്ററുമാണ്. ഇനി കിയ സോണറ്റിൻ്റെ GTX പ്ലസ് ഫുൾ വേരിയൻറ്റ് ഇത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഞാൻ പറഞ്ഞു തരാം. പെട്രോളിന് എങ്ങനെ വരും, ഡീസലിന് എങ്ങനെ വരും എന്ന് നമുക്ക് നോക്കാം. ഫിനാൻസ് സൈഡിലേക്ക് വരികയാണെങ്കിൽ സോണറ്റ് GTX പ്ലസ് എക്സ് ഷോറൂം 14,54,900, TCS 14,549, റോഡ് ടാക്സ് 2,18,235, രജിസ്ട്രേഷൻ 1,315, ഇൻഷുറൻസ് 52,880, ഫാസ്ടാഗിന് 500, എക്സ്റ്റേണൽ വാറണ്ടിക്ക് 19,771. അങ്ങനെ മൊത്തം ഓൺ റോഡിലേക്ക് വണ്ടി ഇറങ്ങുമ്പോൾ GTX പ്ലസ് പെട്രോളിന്റെ വില 17,62,150 രൂപയാണ്. ഇനി ഡീസലിലേക്ക് വരികയാണെങ്കിൽ എക്സ് ഷോറൂം
15,54,900, TCS 15,549, റോഡ് ടാക്സ് 2,64,333, രജിസ്ട്രേഷൻ ഫീ 2,315, ഇൻഷുറൻസ് 62,660, ഫാസ്ടാഗിന് 500, എക്സ്റ്റേണൽ വാറണ്ടി 20,072 ചേർത്ത് ഡീസൽ വണ്ടി GTX പ്ലസ് റോഡിലിറക്കാനായി ടോട്ടൽ വരുന്നത് 19,20,329 രൂപയാണ്. കമ്പനിയുടെ ഫിനാൻസ് സ്കീം വെച്ച് 1,01,602 രൂപയാണ് EMI. 8.85% പലിശ നിരക്ക്. 8 വർഷം വരെ കാലാവധി ലഭിക്കും. ഡ്യൂറബിൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ 5 വർഷത്തേക്ക് അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടിയും കിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കിയ സോണറ്റിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു വണ്ടിയുടെ വിശേഷവുമായിട്ട് ഞാൻ വീണ്ടും എത്തും ലെറ്റ്സ് ഗോയിലൂടെ. അതുവരെ ടാറ്റ, ബൈ ബൈ.